വിശദമായ വാർത്തയിലേക്ക്. MG സർവകലാശാലയിൽ ഗവേഷകർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് അല്പസമയത്തിനകം ചേരും. VC ചർച്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഗവേഷക സമരം അവസാനിപ്പിച്ചതായി അറിയിച്ചിരിക്കുന്നത്. ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തുക, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ആവശ്യമായിരുന്നു പ്രധാനമായും ഗവേഷക ഉന്നയിച്ചിരുന്നത്. അത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് പുറത്തു വന്നിരുന്നു. ഉത്തരവിൽ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചർച്ചയിൽ ആവശ്യം ഉന്നയിച്ചത് ഗവേഷക. ഇപ്പോൾ സമരം അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. MG സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവേഷകർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. വൈസ് ചാൻസലറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഗവേഷകയുടെ എല്ലാ ആവശ്യങ്ങളും സർവകലാശാല അംഗീകരിച്ചതായാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. MG സർവകലാശാലയ്ക്ക് മുന്നിൽ ഗവേഷക നടത്തിയിരുന്ന സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വൈസ് ചാൻസലറുമായി അല്പസമയം മുമ്പ് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത്. കോട്ടയത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഭീമാർമിയുടെ ദേശീയ പ്രസിഡന്റ് ചന്ദ്രശേഖർ ആസാദ് ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതാണ്. അതുകൂടെ വന്നോട്ടെ. ചന്ദ്രശേഖർ ആസാദ് ലൈനുണ്ട്. ചന്ദ്രശേഖർ ആസാദ് നന്ദകുമാർ കളരിക്കലിനെ പുറത്താക്കി. നന്ദകുമാർ കളരിക്കലിനെ പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ എല്ലാ ആവശ്യങ്ങളും യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കുകയാണ്. എല്ലാ ആവശ്യങ്ങളും 100% വിജയം. വായിക്കാം വായിച്ചോട്ടെ. ഞാൻ ടയേർഡാണ്. വായിക്കാം. ഒരു ഡോക്ടർ നന്ദകുമാർ കളരിക്കലിനെ IIUCNനിൽ നിന്നും പൂർണ്ണമായും നീക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു IIUCNനിൽ നിന്നും. കേൾക്കാമോ? ഗവേഷണത്തിന് ആവശ്യമായ എല്ലാ മെറ്റീരിയലുകളും കൃത്യസമയത്ത് നൽകുന്നതാണ്. ഡോക്ടർ EK രാധാകൃഷ്ണൻ ഗവേഷണ മാർഗദർശിയും ഡോക്ടർ സാബു തോമസ് സഹമാർഗദർശിയുമായിരിക്കും. ഡോക്ടർ ബീന മാത്യുവിനെ കൂടി കോഗൈഡായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുടങ്ങിക്കിടക്കുന്ന ഫെലോഷിപ്പ് ഗ്രാന്റ് സംബന്ധമായ തടസ്സങ്ങൾ നീക്കി അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കും. താഴെ പറയുന്നവരെ ഉൾപ്പെടുത്തി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതാണ്. അവര് പ്രൊഫസർ MH ഇല്യാസ്, ഡോക്ടർ സരിത മോഹൻ, ഡോക്ടർ റോബിനറ്റ് ജേക്കബ്, ശ്രീമതി സാംഭവി KP എൻ്റെ അമ്മയാണ്, ശ്രീ MN സജീഷ് കുമാർ എൻ്റെ അണ്ണനാണ്, ശ്രീമതി അനുരാജി PR ഭീമാർമിയുടെ ദേശീയ ഉപാധ്യക്ഷയാണ്. 24/3/2020 മുതൽ 4 വർഷം ഗവേഷണ കാലയളവ് ദീർഘിപ്പിച്ചു നൽകും. സമര സംബന്ധമായ യാതൊരു പ്രതികാര നടപടിയും ഉണ്ടാകുന്നതല്ല. സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസസിൽ എനിക്ക് ഇരിപ്പിടം ലഭ്യമാക്കും. ഗവേഷണ കാലയളവ് ദീർഘിപ്പിക്കുന്നതിന് ഫീസ് ഈടാക്കുന്നതല്ല. അനലിറ്റിക്കൽ ഫീ അപേക്ഷിക്കുന്ന മുറയ്ക്ക് ഒഴിവാക്കുന്നതാണ്.
ഗവേഷണ മാർഗദർശിയുമായി റെഗുലർ ബേസിസിൽ പഠന സംബന്ധമായ ആശയവിനിമയം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭ്യമാക്കും. പുറത്താക്കി, അതെ, പൂർണ്ണമായും പുറത്താക്കി. നന്ദകുമാറിനെ IUCNൽ നിന്ന് പുറത്താക്കി. അല്ല, അദ്ദേഹം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. അങ്ങോട്ടേക്കായിരിക്കും. പക്ഷേ IUCNൽ അധിക ചുമതലയാണ്. ഉത്തരവ് നാളെ അത് പ്രിന്റ് ചെയ്ത് തരും. നാളെ, അതെ അതെ, ഇന്ന് അവർ ഡ്രാഫ്റ്റ് ചെയ്ത് തന്നു. 2 കക്ഷികൾ ഒപ്പിട്ടു. സമരം അവസാനിപ്പിക്കുകയാണ്. 4 വർഷം ദീർഘിപ്പിച്ചിട്ടുണ്ട്. 4 വർഷത്തേക്ക്, 20 മുതൽ 4 വർഷത്തേക്ക്, 24 വരെ അതിനുള്ളിൽ തീർക്കും. ഒരു തടസ്സം ഇല്ലെങ്കിൽ ഞാൻ അതിനുള്ളിൽ തീർക്കും. അത് ഡോക്ടർ രാധാകൃഷ്ണൻ EK തന്നെ ഗൈഡായിട്ട്, നേരത്തെ ഉണ്ടായിരുന്ന ഗൈഡ് തന്നെ. സാബു തോമസ് സാർ ഗൈഡ്, ഒരു എക്സ്ട്രാ ഒരു കോ ഗൈഡിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരാളെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇരിപ്പിടമുണ്ട്. അത് ചർച്ചയിൽ വന്നിട്ടില്ല. അതെ, ഞാൻ ആദ്യം തന്നെ ഭീം ആർമി കേരളയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എൻ്റെ സമരം ആദ്യം ഏറ്റെടുത്തത് ഭീം ആർമി കേരളയാണ്. അതോടൊപ്പം തന്നെ ദളിത് സംയുക്ത സമരസമിതി ഉണ്ടായി. അതിൽ ഒരുപാട് സഹോദര സംഘടനകൾ, ദളിത് സഹോദര സംഘടനകൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഒരുപാട് ആളുകൾ പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. MG സർവകലാശാലയിൽ ഗവേഷക നടത്തി വന്ന സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഗവേഷക ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുകയാണ്. VC-യുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. G ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, അഖിൽ മേനിക്കോട്ട്, ശരവണൻ, ജെസി ചേച്ചി, പിന്നെ ബിന്ദു അമ്മിണി, അതുപോലെ തന്നെ 55 കിലോമീറ്റർ നടന്നു വന്ന് ഐക്യദാർഢ്യപ്പെട്ട സന്തോഷ് പാലത്തുംപാടൻ, അദ്ദേഹത്തിന്റെ മകള് ഗൗരി പാലത്തുംപാടൻ, അതുപോലെ നിരവധി ആളുകൾ, CJ തങ്കച്ചൻ, അതുപോലെ CR നീലകണ്ഠൻ സാർ, അതുപോലെ നിരവധി ആളുകൾ എൻ്റെ സമരത്തിൽ സപ്പോർട്ടായി വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. അതായത് അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി പ്രശ്നം ഉണ്ടെങ്കിലും മോണിറ്ററിംഗ് സെല്ലുണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, അവർക്ക് പരാതിപ്പെടാം. G ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗവേഷകയുടെ എല്ലാ ആവശ്യങ്ങളും സർവകലാശാല അംഗീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഗവേഷക ഏതാണ്ട് 11 ദിവസമായി ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നന്ദകുമാർ കളരിക്കലിനെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ തന്നെ ദീപയ്ക്ക് തുടർ പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകാമെന്ന് പറഞ്ഞിരുന്നു. അത് ആദ്യം 2 വർഷം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഫലത്തിൽ ഇപ്പോൾ 4 വർഷം, അതായത് 2024-നകം മാത്രം ഇത് പൂർത്തിയാക്കിയാൽ മതി. മറ്റാവശ്യങ്ങൾ, അതായത് ഫെലോഷിപ്പ് അടക്കമുള്ള നൽകുന്ന ആവശ്യങ്ങൾ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നതാണ്, അതും നൽകും. നേരത്തെ അധ്യാപകനായിരുന്ന രാധാകൃഷ്ണൻ തന്നെ ഗൈഡായി തുടരാം എന്നുള്ള കാര്യവും അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഏതാണ്ട് 11 ദിവസമായി നീണ്ട സമരത്തിന് അത് വിജയമായിരിക്കുന്നു. ദീപയെ സംബന്ധിച്ച് ദിവസങ്ങളോളം നീണ്ട സമരത്തിന്റെ വിജയം എന്ന നിലയിൽ ഭീം ആർമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിലായിട്ട് സമരം അവരും വലിയ ആഹ്ലാദ പ്രകടനം തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി കവാടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MG സർവകലാശാലയ്ക്ക് മുൻപിൽ ഗവേഷക നടത്തി വന്നിരുന്ന സമരം അവസാനിച്ചിരിക്കുന്നു. ഗവേഷകയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു. പ്രധാനമായും ആരോപണ വിധേയനായ നന്ദകുമാറിനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഗവേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും സർവകലാശാല അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. G ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതെല്ലാം ഉത്തരവാക്കി കയ്യിൽ കിട്ടുന്നതുവരെ സമരം തുടരുമെന്നാണ് അറിയിച്ചിരുന്നത് ഗവേഷക. ഇപ്പോൾ അതിന്റെ റിപ്പോർട്ടാണ് പേപ്പറാണ് നമുക്ക് വായിച്ച് കേൾപ്പിച്ചതും. അത് ഇന്ന് തന്നെ നൽകുകയായിരുന്നോ?
പഴമയുടെ ആഴമുള്ള ജാതി വിരുദ്ധ പോരാട്ടം കൂടിയാണ് ഈ നീതിക്ക് MG സർവകലാശാലയിൽ ഗവേഷക സമരം ആരംഭിച്ചിരുന്ന ഗവേഷക ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജി ശ്രീജിത്ത് അവിടെ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സമരത്തിന് പിന്തുണ അറിയിച്ച എല്ലാവരും ഇപ്പോൾ സമരപന്തലിലേക്ക് എത്തുകയാണ്. വലിയ വിജയാഹ്ലാദമാണ് അവിടെയുള്ളത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിരാഹാരം അവസാനിപ്പിക്കുന്ന ചടങ്ങുകളാണ്. ആലത്തൂർ MP ആയ രമ്യ ഹരിദാസ് ഇന്ന് ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു. രമ്യ ഹരിദാസ് നാരങ്ങാനീര് നൽകിക്കൊണ്ടാണ് ഈ സമരം അവസാനിപ്പിക്കുക. എന്തായാലും വിവിധ ദളിത് സംഘടനകൾ അടക്കമുള്ളവ ഈ വേദിയിലുണ്ട്. ഇന്ന് വൈകുന്നേരം നടന്ന ചർച്ചയാണ് നിർണായകമായത്. ഇന്ന് പകൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ്, അതായത് നന്ദകുമാർ കളരിക്കലിനെ മാറ്റും എന്ന ഉത്തരവ് നൽകും എന്ന് സർവകലാശാല അറിയിച്ചിരുന്നു. അത് വൈകുന്നേരത്തോടുകൂടി ഇറക്കുന്നു. പക്ഷെ ആ ഉത്തരവിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പ്രശ്നം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വീണ്ടും സർവകലാശാല വൈസ് ചാൻസലർ യോഗം വിളിച്ചത്. ഈ യോഗത്തിലാണ് ഇന്ന് ധാരണ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഒരുപക്ഷെ 2 കൊല്ലമായിരുന്നു ഈ ആദ്യഘട്ടത്തിൽ ഇത് നീട്ടി നൽകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഫലത്തിൽ ഇതിപ്പോൾ 4 കൊല്ലം നീട്ടി നൽകുന്നു. അതായത് 2000 മുതൽ 2020 ഇത് മുടങ്ങിയത്. അതുകൊണ്ട് അത് മുതൽ 4 വർഷം എന്ന നിലയിലാണ് 2024 ദീപയ്ക്ക് ഗവേഷണം പൂർത്തിയാക്കിയാൽ മതിയാകും. ഈ ഗവേഷണം മേൽനോട്ട സമിതി അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള സമിതികൾ അടക്കമുണ്ട് എന്നാണ് ദീപ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മുൻ ഗൈഡായ രാധാകൃഷ്ണനെ തന്നെ ഗൈഡായി വെക്കും. സാബു തോമസിന്റെ MG സർവകലാശാല വൈസ് ചാൻസലറായ സാബു തോമസിന്റെ മേൽനോട്ടം ഉണ്ടാകും. എന്തായാലും ആവശ്യങ്ങൾ ഏതാണ്ട് നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. രമ്യ ഹരിദാസ് MP നാരങ്ങാനീര് നൽകി നിരാഹാര സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. സുഹൃത്തുക്കളെ, ഒന്നും പറയാനില്ല. എല്ലാം ദീപ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ദീപ കേരളത്തോട്, കേരളത്തിന്റെ ഭരണകൂടത്തോട്, കേരളത്തിലെ ജാതി ബോധത്തോട് കൃത്യമായി കണക്ക് തീർത്തിരിക്കുന്ന ഒരു വലിയ സന്ദർഭമായത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, ഇതിലെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും, ഇതിനുവേണ്ടി ശ്രമിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി. വിദ്യാഭ്യാസത്തെ വെല്ലുവിളിച്ച സവർണാധിപത്യത്തിന്റെ മുഖത്തിലേക്ക് 11 ദിവസക്കാലം നിരാഹാരം ഇരുന്നുകൊണ്ട് മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മുല്ലപ്പെരിയാർ മരമുറി ഉത്തരവിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷം. ഉത്തരവിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായെന്നാണ് ആരോപണം. സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാകാൻ സർക്കാർ സമ്മതിക്കില്ലെന്നാണ് വനമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിക്ക് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ വനമന്ത്രി മറുപടി നൽകിയതിലും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. 2 കാര്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത്. മരം മുറിക്കാൻ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥ തീരുമാനമല്ല, മറിച്ച് രാഷ്ട്രീയ താൽപര്യം ഇതിലുണ്ടായിരുന്നു. മരമുറി ഉത്തരവ് റദ്ദാക്കുന്നതിന് പകരം എന്തുകൊണ്ട് മരവിപ്പിച്ചു? എന്താ കൈവറക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചമ്മിച്ചമ്മിരിക്കുന്നത്? നവോഢ കല്യാണ പന്തലിൽ വരുന്നത് പോലെയല്ലേ അങ്ങിങ്ങനെ പമ്മി
ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വനം മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: അടിയന്തര സാഹചര്യത്തിൽ ചെയ്ത നടപടിയല്ലേ എനിക്കിവിടെ സഭയിൽ പറയാൻ പറ്റൂ. ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയാണ് മരം മുറിക്കാനുള്ള അനുമതി തമിഴ്നാട് തേടിയതെന്നാണ് മന്ത്രിയുടെ വാദം. സംസ്ഥാനം അനുമതി നൽകിയാലും മരമുറി സാധ്യമല്ല. മരമുറി തീരുമാനത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അങ്ങയുടെ വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയ ഉത്തരവാണ്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വിനയപൂർവ്വം ചോദിക്കുന്നു, അങ്ങ് എന്തിനാണ് ആ കസേരയിലിരിക്കുന്നത്? അതേസമയം ജലവിഭവ വകുപ്പ് സെക്രട്ടറിയെ ന്യായീകരിച്ച് വനം മന്ത്രി രംഗത്തെത്തി. മരം മുറിക്കാൻ സെക്രട്ടറി അനുമതി നൽകിയിട്ടില്ലെന്നാണ് മന്ത്രിയുടെ വാദം. എന്നാൽ ഇതിനെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. 15 മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിലെ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് 1-ാം തീയതിയിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ നടന്ന മീറ്റിംഗ് ആണ് റെഫറൻസ്. അതിന്റെ തുടർ നടപടിയായിട്ടാണ് ഈ 5-ാം തീയതി ഈ ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയിരിക്കുന്നത്. സ്വന്തം ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തിട്ടും അത് സർക്കാർ അറിയാത്തതാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. കേരളത്തിന്റെ നീക്കം സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ പ്രതികൂല സാഹചര്യമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷം പറയുന്നു. മുഖ്യമന്ത്രിക്കാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചതേയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. നടൻ ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ പ്രതികളായ കൊച്ചി മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ റിമാൻഡിൽ. അറസ്റ്റ് ഉറപ്പായതോടെ 1-ാം പ്രതി ടോണി ചമ്മണി ഉൾപ്പെടെ 4 പ്രതികൾ മരട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അതേസമയം പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. ജോജു ജോർജിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ. ജോജുവിന്റെ പ്രതിഷേധത്തിന് രാഷ്ട്രീയ പിൻബലമുണ്ട്. ജോജുവിന് സാമൂഹിക പ്രതിബദ്ധതയില്ലെന്നും അൻവർ സാദത്ത് വിമർശിച്ചു. ജോജു അസഭ്യം പറഞ്ഞതിന് തെളിവുണ്ടെന്നും ചാവക്കാടും സമാന പ്രതിഷേധം നടത്തിയെന്നും കെ ബാബു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളുടെ സമയവും വിലപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി. നവമാധ്യമങ്ങൾ വലിയ രീതിയിൽ ദുരുപയോഗിക്കുന്ന കാലമാണ്. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ സംഘടനകളോട് ശക്തമായ നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് തുടരേണ്ടതെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഇന്ധന നികുതി കുറച്ചിട്ടും കേരളത്തിൽ കുറയ്ക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാം. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിയാണ് കേരളത്തിലുള്ളതെന്നും സലാം പറഞ്ഞു. ഇന്ധന വില വർധനവിനെതിരെ കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PMA സലാം. പാലക്കാട് ആലത്തൂരിൽ നിന്ന് കാണാതായ സഹപാഠികളായ 4 കുട്ടികളെ കണ്ടെത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരട്ട സഹോദരിമാരെയും സുഹൃത്തുക്കളായ 2 ആൺകുട്ടികളെയും നവംബർ 3-ാം തീയതിയാണ് വീട്ടിൽ നിന്നും കാണാതായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിച്ചിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് ഇവരുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് ഇവർ തമിഴ്നാട്ടിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. കാണാതായ 4 വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ വെച്ചുള്ള പോസ്റ്റർ അടക്കം തമിഴ്നാട്ടിലെത്തിച്ചാണ് അന്വേഷണം നടത്തിയത്. എന്നാൽ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതിന് പിന്നിലെ കാരണം വ്യക്തമല്ല. വിദ്യാർത്ഥികൾ വീട് വിട്ടിറങ്ങിയത് പ്രണയം വീട്ടുകാർ നിരസിച്ചതിനാലാണെന്ന് കുട്ടികൾ മൊഴി നൽകിയതായി കോയമ്പത്തൂർ RPF അറിയിച്ചു. കുട്ടികളുടെ കൈവശം 9,100 രൂപയും 40,000 രൂപ വില വരുന്ന ആഭരണങ്ങളും ഉണ്ടായിരുന്നതായും കോയമ്പത്തൂർ RPF വ്യക്തമാക്കി. കൊച്ചിയിൽ മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. മാള സ്വദേശി അബ്ദുൾ റഹ്മാനാണ് അറസ്റ്റിലായത്. ഇദ്ദേഹത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. അബ്ദുൾ റഹ്മാൻ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു. കൂട്ടുകാർ വിലക്കിയിട്ടും വാഹനം ഓടിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 5404 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 80 കോവിഡ് മരണങ്ങളും പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അപ്പീൽ നൽകിയ 182 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 33,978ആയി. WIPR 10 മുകളിലുള്ള 39 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 882 പേർ 1 ഡോസ് വാക്സിനും 1993 പേർ 2 ഡോസ് വാക്സിനും എടുത്തിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൃശ്ചികം 1 മുതൽ 4 അമ്പലത്തിനകത്തേക്ക് ഭക്തർക്ക് പ്രവേശനം നൽകും. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം വെർച്വൽ ക്യൂ മുഖേനയായിരിക്കും പ്രവേശനം. ചോറൂണ്, പ്രസാദഊട്ട്, തുലാഭാരം എന്നിവയും വൃശ്ചികം 1 മുതൽ നടത്താം. കോവിഡ് പ്രതിരോധ വാക്സിനായ സൈക്കോവ്-ഡിയുടെ 1 കോടി ഡോസുകൾ വാങ്ങാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. വാക്സിൻ വാങ്ങുന്നതിനുള്ള പർച്ചേസ് ഓർഡർ നൽകിയതായി കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. സൈഡസ്
കാഡിലയുടെ 3 ഡോസ് കോവിഡ് വാക്സിനാണ് സൈക്കോവ് ഡി. ഡോസിന് 256 രൂപ നിരക്കിലാണ് വാക്സിൻ വാങ്ങുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിച്ചിരുന്നു. DNA ആധാരമാക്കിയുള്ള വാക്സിനാണിത്. സൂചി ഉപയോഗിക്കാതെ വാക്സിൻ ത്വക്കിലേക്ക് നൽകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ഫാർമാജെറ്റ് സൂചി രഹിത ഇഞ്ചക്ഷൻ സംവിധാനമാണ് സൈക്കോവ് ഡി കുത്തിവയ്ക്കാനായി പ്രയോജനപ്പെടുത്തുന്നത്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് ശേഷം രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് സൈക്കോവ് ഡി. കനത്ത മഴയിൽ ദുരിതത്തിൽ മുങ്ങി തമിഴ്നാട്. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം ജില്ലകളിലായി 1,00,000-ഓളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ചെന്നൈ നഗരത്തിൽ മാത്രം 65,000 പേരെയാണ് ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ അറിയിച്ചു. ദുരിതബാധിത ജില്ലകളിൽ 2 ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് ശക്തമായ മഴ. ഈ മാസം 11 വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഗുജറാത്ത് തീരത്ത് മത്സ്യത്തൊഴിലാളിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ഇന്ത്യ. അന്താരാഷ്ട്ര ഉടമ്പടികളും ഉഭയകക്ഷി ധാരണകളും പാകിസ്ഥാൻ ലംഘിച്ചതായി വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെയാണ് വെടിയുതിർത്തതെന്നും ഇന്ത്യ വിമർശിച്ചു. റഫാൽ യുദ്ധവിമാന ഇടപാടിൽ ഇടനിലക്കാരന് 65 കോടി രൂപ കൈക്കൂലി ലഭിച്ചതായി ഫ്രഞ്ച് മാധ്യമം. വ്യാജ ഇൻവോയ്സാണ് പണം കൈമാറാനായി ദസോ ഏവിയേഷൻ ഉപയോഗിച്ചതെന്ന് മീഡിയ പാർട്ട് റിപ്പോർട്ട് ചെയ്തു. 2018-ൽ കൈക്കൂലി കൈമാറിയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടും അന്വേഷിക്കുന്നതിൽ വിവിധ ഏജൻസികൾക്ക് വീഴ്ച സംഭവിച്ചതായും മീഡിയ പാർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയും. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസിന്റെ അന്വേഷണ മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ നിയമിക്കുമെന്ന് സുപ്രീംകോടതി. ഉത്തർപ്രദേശ് പോലീസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പുതുതായി ഒന്നുമില്ലെന്നും കോടതി വിമർശിച്ചു. നവംബർ 26-ന് പാർലമെന്റ് മാർച്ച് നടത്താനൊരുങ്ങുകയാണ് കർഷകർ. സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു ഇന്ന് ചർച്ച നടത്തും. നാളെ മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആണ് ചർച്ച. രാത്രി 10 മണിക്ക് കോട്ടയത്താണ് ചർച്ച. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. റിലേഷൻസ് മീഡിയയും സ്വയംവര സിൽക്സും ചേർന്ന് ഓൺലൈനായി സംഘടിപ്പിച്ച സൂപ്പർ കപ്പിൾ കോൺടെസ്റ്റിലെ ഗ്രാൻഡ് ഫിനാലെ തിരുവനന്തപുരത്ത് നടന്നു. ഡോക്ടർ പ്രവീൺ റാണ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റിലേഷൻസ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ N. നിഖിൽ, സ്വയംവര സിൽക്സ് ജനറൽ മാനേജർ K. അശോകൻ എന്നിവർ പങ്കെടുത്തു. അഖിൽ അഭിരാമി, MS മഹേഷ്, ഷമീറ, ഹിലാൽ KG, പ്രീതി ജോർജ് എന്നീ ദമ്പതിമാർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ഒളിമ്പിക് മെഡൽ ജേതാവ് ശ്രീജേഷിനെ ആദരിച്ച് വണ്ടർല. വണ്ടർലായുടെ എല്ലാ പാർക്കുകളിലും ശ്രീജേഷിനും കുടുംബത്തിനും സൗജന്യമായി സന്ദർശിക്കാനുള്ള ലൈഫ് ടൈം പാസ് നൽകിയാണ് ആദരിച്ചത്. ശ്രീജേഷിന്റെ നേട്ടങ്ങൾ യുവതലമുറയ്ക്ക് മാതൃകയാണെന്ന് വണ്ടർല ഹോളിഡേയ്സ് സ്ഥാപകൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. വണ്ടർല കൊച്ചി പാർക്ക് ഹെഡ് MA രവികുമാർ ശ്രീജേഷിനും കുടുംബത്തിനും വണ്ടർല ലൈഫ് ടൈം പാസ് കൈമാറി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com.